ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണല്ലോ കേരളത്തിൽ ബിജെപിയുടെ ഇത്ര വലിയൊരു നേട്ടം. ഒരു സീറ്റ്, അത് മാത്രമല്ല ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ പ്രകടനം. ഇപ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പോയിരിക്കുകയാണ്. ബിജെപി എങ്ങനെ നേട്ടമുണ്ടാക്കി എന്നതിൽ രാഷ്ട്രീയ വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വിലയിരുത്തലിൽ എങ്ങനെയാണ് കേരളത്തിൽ ഇത്ര മുന്നേറാൻ 20% വോട്ടുകൾ എന്നുള്ളത് നിസ്സാര കാര്യമല്ല ബിജെപിക്ക് കഴിഞ്ഞത്? എനിക്ക് തോന്നുന്നു 2-3 കാരണങ്ങൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്താണെങ്കിലും കൊല്ലത്താണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലാണെങ്കിൽ തലശ്ശേരി മാഹിയാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ബൈപ്പാസുകൾ ഏതാണ്ട് 40 കൊല്ലമായിട്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പദ്ധതികളാണ്. അതോടൊപ്പം ദേശീയപാത വികസനത്തിന്റെ 680 കിലോമീറ്റർ ദൂരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. 2 വന്ദേ ഭാരത്. കാരണം വന്ദേ ഭാരത് ഇപ്പോൾ പ്രോഗ്രാംസിന്റെ അടക്കം സമയം നിശ്ചയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂരിലൊരു പരിപാടിയായിരുന്നു. അപ്പോൾ വൈകുന്നേരം 5 മണിക്കുള്ള വന്ദേ ഭാരതിൽ പോകണം എന്നുള്ള പ്ലാനിലാണ് ഗസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ നിലവിലുള്ള കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ജനരോഷം. ഇതോടൊപ്പം പുതിയ വോട്ടർമാർ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ആകൃഷ്ടരായും ഇന്ത്യക്ക് ആഗോളതലത്തിൽ കൈവന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രാധാന്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ബിജെപിയിലേക്ക് ആകർഷകരാകുന്നു. ബിജെപിയുടെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ പ്രസൻസ്. അപ്പോൾ ഇതെല്ലാം CPM-ന്റെയും കോൺഗ്രസിന്റെയും പരമ്പരാഗത വോട്ടുകൾ ബിജെപിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു ഘടകത്തോടൊപ്പം പുതിയ വോട്ടർമാർ ബിജെപിക്ക് അനുകൂലമായിട്ട് മാറുന്നു എന്നുള്ള ഒരു അഡീഷണൽ ഘടകം. തീർച്ചയായിട്ടും അത് കൃത്യമായ ഒരു വിലയിരുത്തലാണ്. അതൊരു പാർട്ടി പ്രവർത്തകർ എന്ന രീതിയിൽ കൂടിയുള്ള താങ്കളുടെ വിലയിരുത്തലാണ്. പക്ഷേ ഈ കാരണങ്ങളെല്ലാം ഉള്ളതാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ബിജെപിക്ക് 1ാം സ്ഥാനത്തേക്ക് എത്തുവാൻ പറ്റില്ല. കാരണം കേരളത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണല്ലോ. ഇത് വെച്ചുകൊണ്ട് തൃശൂർ എന്നുള്ള മണ്ഡലത്തിൽ 1ാമതെത്താൻ കഴിഞ്ഞു. അതൊരു വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഒരു വിജയം കൂടിയായിരുന്നു അവിടെ. പക്ഷേ ആറ്റിങ്ങൽ എന്ന മണ്ഡലത്തിൽ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് 1ാമതെത്തുവാനായിട്ട് കഴിഞ്ഞില്ല? അവിടെ എവിടെയാണ് ആ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയത്? അല്ല, അതിൽ ഈ 10-15,000 വോട്ട് അപ്പുറം ഇപ്പുറം ഒക്കെ മാറുന്നത് സ്വാഭാവികമാണ്. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിച്ചു. 2ാം തവണയാണ് അദ്ദേഹത്തിന് ഈ നേട്ടം ഉണ്ടായിട്ടുള്ളത്. ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിനേക്കാൾ ഉറച്ച വോട്ടുകളാണ് ആറ്റിങ്ങലിലെ വോട്ടുകൾ. തൃശ്ശൂരിലെ വോട്ടുകളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് താരതമ്യേന കുറച്ചും കൂടി വേണമെങ്കിൽ എളുപ്പമാണെന്ന് പറയാം. ആറ്റിങ്ങലിൽ CPM-ന്റെ വോട്ട് വളരെ ഉറച്ച വോട്ടാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ട് BJP തൃശ്ശൂരുമായിട്ട് താരതമ്യം ചെയ്താൽ ആറ്റിങ്ങലിൽ ദുർബലമാണ്. അതൊരു